എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ വചനത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ സ്തോത്രം. നൽകിയ വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അടിയെ താഴ്ത്തുന്നു, അവിടുത്തെ ജനത്തെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ഈ വചനത്തിൽ ബലപ്പെടുവാൻ നിന്റെ വരവോളം കർത്താവേ ഞങ്ങളുടെ വചനത്തെ മുറുകെ പിടിച്ച മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കണം. അത്ഭുതങ്ങൾക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശക്തന്മാരുടെ ആഹാരമാണ് കർത്താവിന്റെ വചനം. ആത്മീയ മണ്ണ് പോലെയാണ് ദൈവത്തിന്റെ വചനം. എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആശി വെക്കാൻ പോവുക. അപ്പൊ എല്ലാവർക്കും നമുക്ക് സുപരിചിതമായി ഈ വചനം അല്ലേ പറയുന്നൊരു വാക്കാ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താ ആശിക്കുന്നത്? കാണാത്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇന്ന് നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കും. വിശ്വാസം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു വിശ്വാസത്തെ ഉറയ്ക്കുക. ഈ ലോകത്തിലെ ഒരു വലിയ പദവ വിശ്വാസം. ഒരു ബിസിനസ് ആയാലും ഒരു കുടുംബജീവിതമായാലും നല്ലൊരു സൗഹൃദമായാലും അതിനകത്തെല്ലാം ഒരു വിശ്വാസമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ എന്തിയാ? ശത്രുത വരാം, നിരാശ വരാം, എന്തും വരാം. അതുപോലെയാണ് വിശ്വാസം. ദൈവവചന പ്രകാരമുള്ളൊരു വിശ്വാസം നമുക്ക് എവിടുന്നാ വരുന്നത്? സഭയിൽ നിന്നാണോ? അല്ല. ആരാധനയിൽ നിന്നാണോ? അല്ല. നമുക്ക് വിശ്വാസം വരുന്നത് എവിടുന്നാ? വിശ്വാസം വരുന്നത് എവിടുന്നാ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട് സകല എനർജിയുടെ സോഴ്സ് എവിടുന്നാ? സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വിശ്വാസം എവിടുന്നാ വരുന്നത്? നമ്മുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പൈതലിന് തൻ്റെ ജീവിതത്തിൽ പ്രതികൂലത്തിനകത്ത് നിന്ന് പറയണം ആമേൻ. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്തിന്റെ നായകൻ യേശു ക്രിസ്തുവാ. വിശ്വാസം നഷ്ടപ്പെട്ട അനേകരുണ്ട്. പക്ഷെ അവര് ലോകപരമായി വിശ്വാസത്തിൽ അർപ്പിച്ച മനുഷ്യരിൽ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു പൈതലിന് ജീവിതത്തിൽ ഏത് പ്രതികൂലത്തിനകത്തും പറയാം എനിക്ക് നല്ലൊരു നായകൻ, വിശ്വാസത്തിന്റെ നായകനുണ്ടെന്ന്. ലോകപരമായിട്ടുള്ള പലതിലും മാറി മറിഞ്ഞു പോകുന്ന വിശ്വാസം. ഇന്ന് ലൈവ് കേൾക്കുന്നവരാണെങ്കിൽ പോലും ജീവിതത്തിന്റെ പല വിശ്വാസം നഷ്ടപ്പെട്ടതാ. വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്ക് ഭയങ്കര മൂല്യമുള്ളൊരു വാക്കാണ്. നമുക്ക് വിശ്വാസികൾ എന്ന് പറയാം. പക്ഷെ നമ്മുടെ പ്രതികൂലത്തിനകത്തും നമുക്ക് പറയണം എൻ്റെ ഈ പ്രതികൂലത്തിനകത്ത് ഇന്ന് ഒറ്റയ്ക്കല്ല. പ്രതികൂലത്തിനകത്ത് നിരാശപ്പെട്ട് ഇനിയും എനിക്കൊരു പ്രതീക്ഷ ഇല്ല എന്ന് പറയുന്നവരോട് പറയുക, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തകരാനല്ല, നമ്മുടെ കരത്തെ മുറുകെ പിടിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യഹോവ. ഹല്ലേലൂയ. നല്ലൊരു ദൈവത്തെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആശയറ്റ് ഇന്ന് വന്നവരോട് പറ, ഇന്ന് ആശയറ്റവരല്ല, ആശയ്ക്ക് വിരോധമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ മോശത്താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക നാളുകളിൽ ഒരു ഭറവോനായി തീരേണ്ട ഒരു മനുഷ്യനായിരുന്നു അല്ലേ. തൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ നല്ല സുന്ദരനായിരുന്നു. അപ്പൊ വളർന്നു വന്നപ്പോഴെങ്ങനെയായിരിക്കും? അടുത്തൊരു ഭറവോനായി ആ സാമ്രാജ്യത്തിന്റെ അധിപതിയായി ജീവിക്കാൻ തന്റെ മുമ്പിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും മറന്നിട്ട് ക്രിസ്തുവിന്റെ നിന്ന. ഹല്ലേലൂയ. വിശ്വാസ ജീവിതം ഒരു നിന്നയാ. അവഗണനകളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, വേദനയുണ്ട്, നിരാശകളുണ്ട്. അതിൻ്റെ അകത്തും വിശ്വാസത്തിൽ ജീവിക്കുന്ന ഈ പൈതലിന് പറയാം സകലതും പൂർത്തീകരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്ക് വേണ്ടി ആരോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. ഒറ്റയ്ക്കാണ് ഒരു വിശ്വാസം നമ്മൾ ഉടലെടുക്കുന്നത്? അല്ല. നമുക്ക് വേണ്ടി നമ്മളിപ്പോൾ മാനുഷികമായ ഒരു വ്യക്തിയെ നോക്കിയാലും ആള് നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലപ്പോഴും വ്യാകുലത. ഇവിടെ വന്ന പലരും ബിസിനസ്സിൽ അല്ലേ നല്ല പാർട്ട്ണർഷിപ്പിൽ വന്ന ആളെ ചതിച്ചു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന ഒരു 3 പദമുണ്ട് വിശ്വാസികളെ പറ്റി.
വിശ്വാസം, അവിശ്വാസം, അല്പവിശ്വാസം, വലിയ വിശ്വാസം. ഇന്ന് നിങ്ങൾ പരസ്പരം നിങ്ങൾ കരം കൊടുത്തു പറയും ഇതിൽ ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യാൻ പോവാ. ഇന്ന് കരം കൊടുത്തു പറഞ്ഞു നമ്മളിന്ന് ചൂസ് ചെയ്യും, നമ്മൾ ഇതിലെ ഏത് വിശ്വാസിയാണെന്ന് നമ്മൾ നോക്കണം. പരിപൂർണമായൊരു വിശ്വാസം ഇതിനകത്തുണ്ടോ എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പം അല്പവിശ്വാസം എന്ന് പറയുമ്പം നസ്രേത്തില് യേശുവിൻ്റെ സ്വന്തം ദേശം, അത് നമ്മുടെ സ്വന്തം ദേശമായതുകൊണ്ടായിരിക്കാം, അതുപോലെ നസ്രേത്തിൽ യേശു എന്ത് പ്രതീക്ഷയോടെയായിരിക്കും വന്നത്. പോകുമ്പോഴും വിടുതൽ, കടന്നു വന്നപ്പോഴും എല്ലാം വിടുതൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പക്ഷെ നസ്രേത്തിൽ അവരെ അവിശ്വാസം നിമിത്തം ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവിശ്വാസമുള്ളൊരു ഹൃദയം ദൈവത്തിന് ഒന്നും, ദൈവം പോലും ഇറങ്ങി വരത്തില്ല. അപ്പൊ കരം കൊടുത്ത് പറ, നമുക്ക് അവിശ്വാസം വേണ്ട, നമുക്ക് അവിശ്വാസം വേണ്ട. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴും രോഗികളെ സൗഖ്യമാക്കിയെന്ന് നമ്മൾ കേട്ടില്ല. താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് മഗ്ദലക്കാരി മറിയം ചെന്ന് പറഞ്ഞപ്പോഴും ശിഷ്യന്മാർ വിശ്വസിച്ചോ? അവസാനം ആ മർക്കോസിന്റെ വാക്യം 16 അധ്യായത്തിന്റെ അവസാനം പറയുന്നുണ്ട്, അവർ ഭക്ഷണത്തിൽ കൂടിയിരിക്കുമ്പോൾ മധ്യേ യേശു വന്നിട്ടും അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. യേശു അവരെ ശാസിച്ചു, അവർ അല്പവിശ്വാസത്തെ ശാസിച്ചു. അല്പവിശ്വാസം നമുക്ക് വേണ്ട. ഹല്ലേലൂയ. എന്താ അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലായോ? പറ്റുമോ, ആകുമോ, അങ്ങനെയുള്ളൊരു അവിശ്വാസം നമുക്ക് വേണ്ട. ഹല്ലേലൂയ. അല്പവിശ്വാസം നിമിത്തം നമുക്ക് ഒന്നിനോട് എന്തെങ്കിലും ഒന്ന് കൂട്ടാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അല്പവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എപ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് സ്ട്രെസ്. മാനസികമായിട്ട് അവരെ തളർത്തിക്കളയുന്നതാണ് അവിശ്വാസങ്ങളും അല്പവിശ്വാസങ്ങളും ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുവി. ഹല്ലേലൂയ. മനുഷ്യരുടെ കയ്യിൽ ഇട്ടുകൊടുത്താൽ അവരതനുസരിച്ച് ഇങ്ങനെ വന്നിട്ടില്ലേ, ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഹല്ലേലൂയ. ഒരു പരാതികളോ ഒരു മറുവാക്കുകളോ പറയാതെ നിത്യസ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നിന്റെ അവിശ്വാസവും വിശ്വാസമില്ലായ്മയും എല്ലാം മാറ്റിവെക്കുക. അവിടെ ദൈവത്തെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഓരോ ശുശ്രൂഷകളിലും ഹല്ലേലൂയ നമ്മൾ എടുത്തു നോക്കിയാൽ തമ്പുരാൻ ആദ്യം നോക്കുന്നത് അവരുടെ വിശ്വാസത്തെയാണ്. രക്തസ്രാവ സ്ത്രീയോടായാലും കുരുടനോടായാലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളിത് കൈയടിച്ച് ആരാധിച്ചെന്ന് പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞാൽ അപ്പോൾ ഒരു പാട്ടിൻ്റെ ഒക്കെ ഒരു റിലീഫ് നമ്മുടെ ജീവിതത്തിൽ വരും. പിന്നെ ഈ ലോകത്തിൽ നമ്മളായി പോകുന്ന ഓരോ മേഖലകളിൽ നമ്മളെ നിരാശപ്പെടുത്തുന്നു. ഒഴുക്കിനൊത്തവണ്ണം നീന്താൻ നമ്മൾ മിടുക്കരാം. ഹല്ലേലൂയ. പക്ഷേ ഒരു ദൈവ വിശ്വാസി ഒഴുക്കിന് പ്രതികൂലമായി നീന്തണം. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒഴുക്കിന് എതിരെ നമ്മൾ നീന്താൻ പോകുക. രോഗമാകട്ടെ, കടമാകട്ടെ, കുടുംബജീവിതത്തെ പ്രശ്നങ്ങളാകട്ടെ, തലമുറകളുടെ വിഷയമാകട്ടെ, ഭൗതികമായ മേഖലകളാകട്ടെ, ജോലി കിട്ടാത്തതാകട്ടെ, തലമുറ ഇല്ലയോ അതിന്മേൽ നിന്നെയുണ്ടോ, എന്തുമായിക്കോട്ടെ. ഹല്ലേലൂയ. എന്റെ സകല ചിന്താകുലങ്ങളെയും അവന്റെ മേലിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു ദൈവം. ഹല്ലേലൂയ. ഞാൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ വിശ്വാസം കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ഹല്ലേലൂയ. എന്തെല്ലാം ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ അനുഭവിച്ച് എല്ലാം ഉണ്ടായിട്ടും ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യന് വലിയ വലിയ പദവികൾ, തന്നെ ഭൗതികമായ എല്ലാ നിലവാരങ്ങളിലും താൻ നിന്ന സമയത്ത് നമുക്ക് പറയാൻ രോഗമാണ്, കടബാധ്യതയാണ്, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാണ് യേശുവിലേക്ക്. പക്ഷേ പൗലോസ് തൻ്റെ നല്ലൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ, തനിക്കെല്ലാം ഉള്ളപ്പോൾ സകലതും ചപ്പും ചമറുമായി എറിഞ്ഞ ദൈവത്തിന് വേണ്ടി ഇറങ്ങി ഒരു മനുഷ്യൻ പറയുക, കാഴ്ചയാലല്ല വിശ്വാസത്താൽ. ഹല്ലേലൂയ. അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ ഹൃദയം ദുഷ്ടഹൃദയമാവും. ഹല്ലേലൂയ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ വന്നാൽ നമ്മൾ ദൈവത്തെ ത്യജിച്ചു പറയുന്നവരായി തീരും. ഹല്ലേലൂയ. ഹൃദയ ശുദ്ധിയുള്ളവരായി, ദൈവത്തെ കാണുന്നവരായി. ഹല്ലേലൂയ.
ഹൃദയശുദ്ധിയുള്ളവ ദൈവത്തെ കാണും. ഈ വിശ്വാസം എങ്ങനെയാ വരുന്നത്? നമ്മൾ കേൾവിയാലാ. കേൾവിയാൽ വിശ്വാസം. അത് കേൾവി ദൈവത്തിന്റെ വചനത്താണ്. അപ്പൊ ഈ വചനം എന്താ? ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിന്റെ ഉള്ളത്തിൽ എന്നെ ഏത് പ്രതിസന്ധിക്കകത്തും എന്നെ വെടിവെക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, അങ്ങനെയുള്ളൊരു പൈതലിന് പറയാം ഞാനൊരു വിശ്വാസിയാണെന്ന്. ഒരു വിശ്വാസ ജീവിതം ഒരിക്കലും നല്ലൊരു റൂട്ടല്ല. വേദനകൾ, ഹല്ലേലൂയ, മുള്ളുകൾക്കിടയിലുള്ള ഒരു താമര പോലെ. ചേറിനകത്ത് മനോഹരമായി നിൽക്കുന്ന താമര കാണുമ്പോൾ നമ്മൾ പറയും ഇത് ഭംഗിയാണ്. പക്ഷെ അതിനോട് ചോദിക്കണം, ചേറിനകത്ത് ഇടന്ന് അത് പുറത്തു വരുമ്പോഴതിൻ്റെ മനോഹരം. അതുപോലെയാണ് ഒരു ദൈവ പൈതൽ. പ്രതികൂലത്തിന്റെ, പരാജയത്തിൽ, നിന്ദയുടെ, അവഗണനകളുടെ, വേദനകളുടെയും രോഗത്തിന്റെയും ഒറ്റപ്പെടലിനകത്ത് നമുക്ക് പറയാം, ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ ചെങ്കടൽ കരയിൽ എന്നപോലെ നടന്നു, വിശ്വാസത്താൽ സ്ത്രീകൾക്ക് അവരെ മരിച്ചവരെ തിരികെ ലഭിച്ചു, വിശ്വാസത്താൽ എരിഹോവിന്റെ കോട്ടയെ തകർത്തു. നിന്റെ ജീവിതത്തിനകത്ത് ആത്മീയതയെ പുറകോട്ട് വലിക്കുന്ന വിഷയത്തെ നോക്കി നിനക്ക് പറയുവാൻ കഴിയുമോ? വിശ്വാസത്താൽ, വിശ്വാസത്താൽ. നിന്നോട് വാഗ്ദത്തം പറഞ്ഞതാ. മനുഷ്യ പല വാഗ്ദത്തങ്ങളിൽ നിന്ന് മാറുമ്പോൾ വാഗ്ദത്തം തന്ന ദൈവത്തോട് ഒരു വിശ്വസ്തത നിനക്കും എനിക്കും വേണം. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലികൾ മാറ്റണം. വേവലാതി പറയുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ട. രഗനാദി, ഞാനും നീയൊക്കെ വേവലാതികൾ പറയും, കർത്താവേ അവരെന്നോട് അങ്ങനെ ചെയ്തു, എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നു, ഇന്ന രോഗം വന്നു, ഇന്ന ബാധ്യതകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. വേവലാതി കേൾക്കുന്ന ഒരു ദൈവമല്ല, വേവലാതിയല്ല. കനാനിയ സ്ത്രീ, അവിടെ വലിയ വിശ്വാസം. ശതാധിപൻ, അവർ വലിയ വിശ്വാസം. ദൈവം പറഞ്ഞതാ, അവരെ വലിയ വിശ്വാസത്തിൽ കണ്ട് ആശ്ചര്യപ്പെട്ടു. ദൈവത്തിന്റെ വചനത്തിന്റെ ഓരോ ശുശ്രൂഷയ്ക്കകത്തും ദൈവം വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ, അവിടെ വിടുതൽ നടക്കുമ്പോൾ ദൈവം അവരുടെ വിശ്വാസത്തെ കണ്ട് ആശ്ചര്യപ്പെട്ടെന്ന്. ഹല്ലേലൂയ. നൂലക്കെട്ടി തരുമോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലേ, ചിലർ നമ്മളോട് എന്നോട് ചോദിച്ചിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് നൂലക്കെട്ടി തരുമോ എന്ന്. പക്ഷെ നമ്മൾ പറയണം, നൂലില്ലാതെ ഇറക്കി തരും. ഹല്ലേലൂയ. നൂലക്കെട്ടി പലതും ഇറക്കാം, നൂലില്ലാതെ ഇറക്കി തരുന്ന ഒരു ദൈവമാണ്. തലമുറയില്ലാത്തവർ നിനക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം വാങ്ങിച്ചോണ്ട് പോകണം, എന്നിട്ട് പറയും ദൈവം എനിക്ക് തലമുറ തന്നേനായി സ്തോത്രം. ജോലി ഇല്ലാത്തവര് പറയണം, ഇന്ന രാജ്യത്ത് ഇന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്യാൻ പോകുന്നു. കുടുംബജീവിതം തകർന്നവര് പറയണം, ഇല്ല, ഇത് തകരാനല്ല, ഇത് ഉടയാനല്ല, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് തന്ന ജീവിതം, ഞങ്ങളുടെ തലമുറകള്, ഞങ്ങളെ ഏൽപ്പിച്ച ഏത് മേഖലകൾ ഞങ്ങൾ ഒരുമിച്ച്. ജോലി ഇല്ലാത്തവരാ, ജോലി കിട്ടിയനായി നന്ദി. രോഗി രോഗസൗഖ്യത്തിനായി. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലത്തെ നോക്കി പകച്ചു നിൽക്കുവല്ല. ശത്രുക്ക് മേശയ്ക്ക് അബേദ്രഹോമിനും പറയാമായിരുന്നു, ഹല്ലേലൂയ, രാജാവിന്റെ പാനീയങ്ങൾ കൊണ്ടുപോലും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലല്ലോ. അവരൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞെന്താണെന്നറിയോ? വിടിവിച്ചാലും വിടിവിച്ചത് വിശ്വാസമാണ്. അതുകൊണ്ട് ആ കത്തി ചൊലിക്കുന്ന അഗ്നിക്കകത്ത് നാലാമനായി ഇറങ്ങി വന്ന ഒരു വിശ്വാസത്തിന്റെ നായകൻ. സിംഹക്കൂടിനകത്ത്, ഹല്ലേലൂയ, സിംഹത്തിന്റെ വായടച്ച് ഇറങ്ങി വന്ന ഒരു വിശ്വാസത്തിന്റെ നായകൻ. പത്മോസിന്റെ അകത്ത്, ഏകാന്തതയ്ക്കകത്ത്, ഒറ്റപ്പെടലിനകത്ത്, ഹല്ലേലൂയ, 7 നിലവിളക്കിനതിൽ കത്തി ചൊലിക്കുന്ന ശോഭ പോലെ ഇറങ്ങി വന്ന വിശ്വാസത്തിന്റെ നായകൻ. നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. വല്ലാത്തൊരു കാലഘട്ടമാണ്. അനേകര് വിശ്വാസം വിട്ട്, അനേകര് പിറുപിറുത്ത്, അനേക ലോകത്തിന്റെ പലതെയും നോക്കി, ഹല്ലേലൂയ, നമ്മളെ വിടുവിച്ച ദൈവത്തെ ഓർക്കാറില്ല. പരസ്പരം കരം കൊടുത്തു പറ, ഞാൻ നീയൊന്നും ആയിരിക്കുന്ന കൃപയാല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായപ്പോഴും, ഹല്ലേലൂയ, നമ്മളെ ചേർത്ത് പിടിച്ചൊരു ദൈവമുണ്ട്. നമ്മുടെ ഓരോരുത്തർക്ക് ഓരോ അളവിനാണ് വിശ്വാസം ദൈവം അളന്നു തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് അളന്നു തന്നിരിക്കുന്നത് ഓരോ അളവിലാണ്. പരസ്പരം കരം കൊടുത്തെന്ന് പറഞ്ഞേ, എനിക്ക് നിനക്കും തന്നത് ഓരോ അളവില്ല. ഹല്ലേലൂയ. ആ അളവ് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരിക്കലും കരത്തി പിടിച്ചിട്ട് വിട്ടുപോകുന്നവനല്ല ദൈവം.
ലോകത്തിന്റെ പലതും സാഹചര്യങ്ങൾ അറിഞ്ഞ് മാറി മറിഞ്ഞ നമ്മളെ ഹല്ലേലൂയ തള്ളിക്കളയുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകൻ, ആ പൂർത്തി വരുത്തുന്ന ദൈവം, ഹല്ലേലൂയ വിശ്വാസം എന്നതോ ആശിക്കുന്നൊരു ഉറപ്പം. നീ എന്താശിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിങ്കിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതാണ് ഹല്ലേലൂയ ഒരു വിശ്വാസം. ഹല്ലേലൂയ അത് നിശ്ചയമായും പ്രാപിക്കും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അത് അതിന്റെ സമയമാകുമ്പോൾ മടങ്ങി വരും. ഹല്ലേലൂയ ഉണങ്ങിയ അസ്ഥി കൂമ്പാരത്തിനകത്ത് ഹല്ലേലൂയ സാധ്യതകളില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ അതിന്മേൽ വെളിപ്പെട്ടപ്പോൾ ഒരു സൈന്യമായി ശൂന്യതകൾ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമാ. ഹല്ലേലൂയ ഇവിടെ ശൂന്യതയെ ഹല്ലേലൂയ കൂട്ടിപ്പിടിക്കുവാൻ നീ വേറെ ആരെയും നോക്കണ്ട. കൂട്ടിപ്പിടിക്കാൻ നല്ലൊരാള്. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവന് ആരെ നമ്മൾ നോക്കുന്നത്? യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കിയാൽ ലജ്ജിച്ചു പോകത്തില്ല. പത്രോസിന്റെ അന്ന് പകൽക്കാരമൊക്കെ കർത്താവിന്റെ ശുശ്രൂഷകളൊക്കെ കണ്ട്, വിടുതലിന്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന അന്ന് പകൽക്കാരവും ദൈവം ഭൂതഗസ്തനെ ശാസിച്ചപ്പോൾ അത് അവരെയും കൊണ്ട് നടക്കത്തില്ല. നമ്മൾ ആ വചനം വായിച്ചിട്ടുണ്ട്. ഭൂതഗസ്തനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവർ അവിശ്വാസ നിമിത്തം ദൈവ അവിശ്വാസത്തെ ശാസിച്ച് ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ അക്കരയ്ക്ക് പൊക്കോ, ഞാൻ അല്പം പ്രാർത്ഥിച്ചിട്ട് വരാം. നമ്മൾ ആ വചനം കേട്ടിട്ടുണ്ട്. അങ്ങനെ അവർ കപ്പലെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറ്റും കടലും അല്ലേ ഹല്ലേലൂയ ഇളകി മറിഞ്ഞ് കർത്താവ് അതിലൂടെ വന്നപ്പോൾ പത്രോസ് ആദ്യം എന്തു പറഞ്ഞു? യു ഭൂതം വരുന്നു, ഭൂതമേ. അപ്പൊ കർത്താവ് പറഞ്ഞു ഞാനാകുന്നു, കർത്താവാകുന്നു എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അവസാനം എന്താ? ദൈവമേ എങ്കിൽ നീ ആകുന്നുവെങ്കിൽ ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തോടെ നടന്നു വന്നപ്പം തിരകളെയും കോളുകളെയും നോക്കി കർത്താവിന്റെ കരം പിടിക്കാറായപ്പോഴാണ്. അതുവരെ ഒരു കുഴപ്പമില്ല. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വരുന്ന കുഴപ്പം എന്താ അറിയാവോ? ദൈവം നന്മ കൊണ്ട് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴായിരിക്കും പിശാചിന്റെ ഒരു ചാർജ് എന്തുവെന്നറിയാവോ? എൻ്റെ നിന്റെ വാക്തത്വം പ്രാപിക്കാതിരിക്കാനാണ് നോക്കുന്നത്. പരസ്പരം കരം കൊടുത്തു പറ, എൻ്റെ നിന്റെ വാക്തത്വം നമ്മൾ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി പിശാച് പലപ്പോഴും അവൻ്റെ കെണിയിലും കുടുക്കിലും നമ്മൾ അങ്ങ് വീണു പോകും. അവൻ അറിയ നമ്മുടെ ബലഹീനത. അത് കർത്താവ് ഇങ്ങോട്ട് വന്ന് അതുവരെ കൈ പിടിച്ച് കൈയുടെ നീളത്തിന് വന്നപ്പോഴാണ് പിടിച്ചത്. അതുവരെ പുള്ളി കൂളായിട്ട് നടന്നു വന്നു. പെട്ടെന്ന് പുള്ളി തിരകളെയും കടലിൻ്റെയും കാര്യങ്ങളും എല്ലാം നോക്കി ആ വിശ്വാസം നഷ്ടപ്പെട്ടു. പലപ്പോഴും എൻ്റെയും നിൻ്റെയും ജീവിതത്തിനകത്ത് ദൈവം നന്മയുമായി അടുത്ത് വരുമ്പോഴാണ് നമ്മൾ അവിശ്വസ്തരായി പോകുന്നത്. നമ്മൾ അവിശ്വസ്തരാകരുത്. ഹല്ലേലൂയ. കാലം അതിൻ്റെ ഗതി മാറി സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ കാലങ്ങളും ഹല്ലേലൂയ ഈ ഭൂമി വാഗ്ദത്തങ്ങൾ തരും. നമ്മളിപ്പം ഇലക്ഷൻ്റെ സമയമായി പലരും അവിടെ ഇവിടെ എല്ലാ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുമോ? ഇല്ല. പക്ഷേ വാഗ്ദത്തം ചെയ്തു ദൈവമുണ്ട്. ഇന്ന് പറഞ്ഞതുപോലെ നോഹയോട് ദൈവം പറഞ്ഞു ഹല്ലേലൂയ മഴ എന്തെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ പറഞ്ഞു ഇപ്പോൾ എല്ലാവരോടും പറയാം മഴ പെയ്യാൻ പോവാ, പെട്ടകം ഉണ്ടാക്കിയിട്ട് പെട്ടകത്തിൽ കയറുക. മഴ അറിയാത്തൊരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ചു. കാണിപ്പാനിരിക്കുന്ന ദേശം, ഇന്ന് അയർലൻഡോ അമേരിക്ക UK എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അബ്രഹാം ഹല്ലേലൂയ വിശ്വാസികളുടെ പിതാവ്. എന്നിട്ടും പരീക്ഷണങ്ങളോട് പരീക്ഷണമായിരുന്നു. വാഗ്ദത്തം പ്രാപിച്ചിട്ടും തൻ്റെ വാഗ്ദത്തം ദൈവം നൽകിയ തലമുറ പോലും ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞപ്പോഴും അവിടെയും പിറുപിറുത്തോ? ഹല്ലേലൂയ. അതുപോലെ വിശ്വാസികളുടെ പിതാവായി തീർന്നു. നമ്മൾ ഇന്ന് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച നിറയ്ക്കുന്നവരായിരുന്നു, ഒഴിഞ്ഞവളായി എന്നൊക്കെ പറഞ്ഞു പോയപ്പം അടുത്ത ദിവസം എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ഓരോ വചനത്തിൽ ഉറച്ചിരിക്കുമ്പോൾ വിശ്വസിച്ച് നീ ഈ വചനം പറഞ്ഞു വിടുക അടുത്തത് നിനക്ക്. പക്ഷെ നമ്മൾ അതിനൊക്കെ ഫൈറ്റ് ചെയ്യണം. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. അവൻ്റെ സകല ആയുധങ്ങളെയും നമ്മുടെ കാൽക്കീഴിൽ തന്നേക്കുക. പലപ്പോഴും നമ്മളത് അറിയാതെയാണ് പലപ്പോഴും അവൻ്റെ അവിശ്വാസത്തെയും അവൻ്റെ അല്പവിശ്വാസത്തിലും പല പിറുപിറുപ്പിലും നമ്മൾ കുടുങ്ങിപ്പോകുന്നു. എൻ്റെയും നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നായകനാകുന്ന പൂർത്തി വരുത്തുന്ന ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മോശയ്ക്ക് പറയാമായിരുന്നു പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിനകത്ത് വന്നു. മോശയോട് ദൈവം പറഞ്ഞു 40 വർഷം ഫറവോൻ്റെ കൊട്ടാരത്തിൽ
എല്ലാ സുഖങ്ങളും കഴിഞ്ഞ് ദൈവം പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇറങ്ങി ലാബാൻ്റെ അവിടെ പോയി ആടിനെ മേയിച്ച്. ഓർത്ത് നോക്കി, നമ്മളാണെങ്കിൽ കൊട്ടാരത്തിലെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? അന്നത്തെ കാലത്ത് പിന്നെ പിരമിഡുകളൊക്കെ ഉണ്ടാക്കി വലിയ അല്ലയോ ഭറവോനും അത്രയും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അടുത്ത അധിപതിയാകേണ്ട ആള് കർത്താവിനെ നിന്നയേക്കാൻ ഇറങ്ങിയപ്പം രാജകീയ പാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച്. ശരിക്കും നമ്മുടെ ആത്മീയ ജീവിതവും അതുപോലെയാണ്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മളത് തിരിച്ചറിയുവാണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. കടം വീട്ടിയാലും കടം വന്നാലും ഹല്ലേലൂയ, രോഗം വന്നാലും രോഗസൗഖ്യമായില്ലേലും ആമേൻ, അങ്ങനെയുള്ളൊരു ബലത്തോടെ അങ്ങനെയുള്ളൊരു ജയത്തോടെ നമ്മൾ മുമ്പോട്ട് ജീവിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെയുള്ള ഒരു പൈതലിന് പറയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ. ഓരോ നിമിഷവും ഹല്ലേലൂയ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പൈതലിന് ഈ വചനത്തിന് മുമ്പാകെ പറയണം, കർത്താവേ ഞാൻ എന്നെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ, കർത്താവിന് വേണ്ടി ശക്തമായി കർത്താവെ മുന്നോട്ട് പോകുവാൻ ദൈവം അവിടെ എന്നെ ഇടിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓരോ നിമിഷവും കർത്താവെ കാഴ്ചയാലുള്ളൊരു വിശ്വാസം. ഹല്ലേലൂയ. ഓരോ നിമിഷവും കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുക, ഈ ദുഷ്ടലോകത്ത് ജീവിപ്പാൻ കർത്താവേ ഹല്ലേലൂയ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ, ആ പരിശോധനയ്ക്കകത്ത് നമ്മൾ വിജയിച്ചാൽ ഏതൊരു കാര്യത്തിനും, നമ്മളൊരു ജോലിക്ക് പോയാലും 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. ഒരു നേഴ്സായാലും എവിടെ ആയാലും നമ്മൾ അവരുടെ ട്രെയിന് കൊള്ളാവോന്ന് നോക്കും. കൊള്ളാവുന്നൊന്ന് തെളിഞ്ഞ ശേഷമാണ് നമുക്ക് അവർ കുഴപ്പമില്ലെന്നും പറഞ്ഞ്. അതുപോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ആരാധനയ്ക്ക് ബലപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എന്തിൽ ബലപ്പെട്ടോ അതിന് എഗൻസ്റ്റായിട്ടുള്ള വിഷയം വരും. ഹല്ലേലൂയ. എന്തു പറയാ? ഞാനൊരു വിശ്വാസിയാണെന്ന്. ലോകം നമുക്ക് ശാശ്വതമല്ല. ശാശ്വതമായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് ശാശ്വതമാണ്. അവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞാനും നീയും ഈ ഭൂമി ഒരിക്കലും ശാശ്വതമല്ല. ഒന്ന് കരയാൻ കിട്ടുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ? ഹല്ലേലൂയ. അതൊക്കെയാ ജീവിതത്തിനകത്ത്, വിശ്വാസ ജീവിതത്തിനകത്ത് എപ്പോഴും തട്ടലും മുട്ടലും, ചട്ടിയായ തട്ടലും മുട്ടലും എന്ന് പറയും. വിശ്വാസ ജീവിതത്തിൽ അങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ യേശുവിനെ അറിയുന്നതിന് മുമ്പ് പഠിക്കുമായിരുന്നു. ഇപ്പം വിശ്വാസി ഇറങ്ങിയപ്പോൾ ഞാൻ എന്തോ ചെയ്താലും പരാജയം അല്ല, അതിനകത്തുനിന്ന് കൊള്ളാവുന്ന ഞാൻ തെളിയണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം അങ്ങനെയായിരിക്കും. കരം കൊടുത്തൊന്ന് പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറക്കണം. നമ്മൾ തെളിഞ്ഞു വരണം വിശ്വാസത്തിൽ. ഹല്ലേലൂയ. ഓരോ നിമിഷവും കർത്താവേ ആശയ്ക്ക് വിരോധം ഓർത്ത് നോക്കിയേ. അബ്രഹാമിനെ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടപ്പം പറയാമായിരുന്നു, കർത്താവേ ലോകപരമായിട്ടുള്ള എല്ലാ ഫിസിക്കലി ഞാൻ ഡൗണാണ്. സാറയ്ക്കും പറയാമായി ഞാൻ ഫിസിക്കലി ഡൗണാണ്. ഹല്ലേലൂയ. പക്ഷെ അവര് ആശയ്ക്ക് വിരോധമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ, വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതികൂലത്തെ നോക്കിയിട്ട് അതിനാമേ പറയുവാണെങ്കിൽ അവനാണ് വിശ്വാസി. അങ്ങനെയുള്ള ഒരാൾ ലോകത്തിന് മുമ്പിലെങ്ങും പരാജയപ്പെട്ട് വിശ്വാസത്തിൽ അവൻ അടിയുറച്ചവനാണ്. നമ്മൾ എന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കുന്നുവോ അതുവരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നീട് പ്രശ്നം വന്നാൽ നമ്മൾ പറയത്തില്ലേ, ചിലർ പറയും എന്നും ഇത് തന്നെ. ഒരു ഡെയിലി ആയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പം നമുക്ക് ആ ജോലി സ്പീഡ് വരും. പെട്ടെന്ന് ഒരു ദിവസം ചെയ്യുമ്പം ഒരാൾ പറയും ഇതെല്ലാം എങ്ങനെ, ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നു. ഒരാളോട് സംസാരിച്ചപ്പം പറഞ്ഞു, ആദ്യമൊക്കെ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയപ്പം ഒരു ദിവസമൊക്കെ 100-500 ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇത് ഡെയിലി റുട്ടീനായപ്പം ഒരു പ്രശ്നമില്ല. അതുപോലെയാണ് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വന്നടിക്കുന്ന കാറ്റും കോളും. കർത്താവ് പറയുന്ന ഒരു അവിശ്വാസി, ഒരു വിശ്വാസമില്ലാത്തൊരു കാറ്റ് ആടി ഉലയുന്ന തോണിക്ക് സമമാകും. ദൈവത്തിന്റെ വചനം പറയുന്നതാ. ഹല്ലേലൂയ. തോണി പോലെ നമ്മുടെ ജീവിതത്തിന്റെ പടകിനകത്ത് കാറ്റും വരും, കോളും വരും, മുങ്ങാറാകും. പക്ഷേ മുങ്ങാറാകുമ്പോൾ അവൻ വരും. ഹല്ലേലൂയ. ഒരിക്കലും എന്ത് വന്നാലും
അവൻ നമ്മളെ ഏറ്റെടുത്തതാ അവൻ്റെ രക്തം കൊണ്ട്. ഈ ലോകത്ത് ആരേലും പല സ്നേഹങ്ങളും സ്നേഹിതന്മാരും ഉണ്ട്, പക്ഷേ അവസാന രക്തം വരെ ഊറ്റിയെടുത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് നമുക്ക്. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. അതുപോലെ ഈ ദിവസങ്ങളിൽ പറയണം, വിശ്വാസത്തിൻ്റെ നായകൻ എനിക്കുണ്ട്. എൻ്റെ ഓരോ ചുവടുകൾ, എൻ്റെ ആവശ്യങ്ങൾ. ഇനി വേവലാതി പറയുന്നവരായി തീരുവോ? കരം കൊടുത്ത് പറഞ്ഞേ, വേവലാതി പറയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ വേവലാതി പറയുവല്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ കഷ്ടതയ്ക്കകത്ത് നമ്മൾ ആ ചിരിച്ച മുഖത്തോടെ അപ്പ ഇതിന് നന്ദി എന്ന് പറയുമ്പോൾ അപ്പം നമ്മളെ ആശ്ചര്യപ്പെട്ട് നോക്കണം. കൊള്ളാമല്ലോ, ഒത്തിരി മാറ്റമുണ്ടല്ലോ. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കണ്ട് സ്വർഗം ആശ്ചര്യപ്പെടണം, അത്ഭുതപ്പെടണം. ഹല്ലേലൂയ. അവസാന രക്തം വരെയും എന്നെയും നിന്നെയും ഹല്ലേലൂയ സ്നേഹിക്കുന്ന സ്നേഹം, ഊറ്റിത്തന്ന സ്നേഹം. ഇതിപ്പരം നമുക്ക് പിന്നെ വിശ്വസിക്കാൻ വേറെ എന്താ വേണ്ടത്? നമ്മുടെ എന്തെങ്കിലും സ്നേഹം ചോദിച്ചിട്ടാണോ? ഹല്ലേലൂയ. തന്നെ ക്രൂശിച്ചവരെയും ക്ഷമിക്കാൻ പഠിപ്പിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ആ ആളിനെ നമ്മൾ വിശ്വസിച്ചില്ല, പിന്നെ ആരെയും വിശ്വസിക്കേണ്ടത്? ആമേൻ. ആ ദൈവത്തെ നോക്കി പറയാം, ദൈവമേ എൻ്റെ വാഗ്ദത്തം ഒന്നും നടന്നില്ലേലും ഹല്ലേലൂയ നിന്നെ എനിക്ക് മതിയപ്പാ, നിന്നെ മതിയപ്പാ. ഞാൻ ഏത് ചേറ്റിലാണേലും അതിൻ്റെ അകത്തെനിക്ക് നിന്നെ മതി. വിശ്വാസത്താൽ ഹല്ലേലൂയ നമുക്ക് ആ വാക്ക് പറയാം. വേറെ ഒന്നും വേണ്ടപ്പാ. ഹല്ലേലൂയ. നമ്മുടെ അമരത്ത് അവനുണ്ട്. നമ്മുടെ പടകാടി ഉലയൻ അവൻ അനുവദിക്കത്തില്ല. ഇരു മനസ്സുള്ള തങ്ങളുടെ വഴിയിൽ അസ്ഥിരനാ. അവിശ്വാസവും വിശ്വാസം കൂടെ ഒരിക്കലും ചേരത്തില്ല. ചേരുവോ? ശത്രുക്കളാണ്. ഒരിക്കലും ചേരാത്ത രണ്ട് സാധനമാണ്. നമ്മുടെ ചോയ്സ് വിശ്വാസത്തെ കൂടെ കൊണ്ടുപോകണോ അവിശ്വാസത്തെ കൂടെ കൊണ്ടുപോകണോ? വിശ്വാസത്തെ കൂടെ കൊണ്ടുപോയാൽ ഒരു നല്ല നായകൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ എന്ത് കാര്യവും പൂർത്തീകരിക്കും. ജോലിയാണെങ്കിൽ ജോലി, തലമുറ, ഇതിൻ്റെ ഏത് വിഷയത്താണെങ്കിലും അവനത് പൂർത്തീകരിച്ച് തരും. അവിശ്വാസത്തെ ആണെങ്കിൽ തമ്പുരാൻ പോലും വിളിച്ചിറങ്ങി വരത്തില്ല. അവിശ്വാസത്തോടെ വന്നവർക്കൊക്കെ വന്ന വഴിയെ പോകാം. അവിശ്വാസത്തെ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ ഇരുന്ന നസ്രയത്തിൽ പോലും തമ്പുരാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവരെ അവിശ്വാസമില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോയ്സ് വിശ്വാസം. ആ വിശ്വാസത്തിന് നായകൻ മതി. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിനകത്ത് ഇന്ന് ഈ വിശ്വാസത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നം വരും. നീ ഏതായാലും വിശ്വാസം കേട്ട് ഉറച്ചു വന്ന അന്ന് അതായി ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അയ്യോ ഞാൻ അവൾക്ക് കടം കൊടുത്തു, അവള് തന്നില്ല, അവള് മുഖത്ത് നോക്കി പറയും ഇനി എനിക്ക് തരത്തില്ല. തീർന്ന് വിശ്വാസം അല്ലേ? ജോലിയോ അത് അവർ റിജക്റ്റ് ചെയ്തു, ഇനി തീർന്ന് വിശ്വാസം അല്ല. റിജക്റ്റ് ചെയ്താലും സ്വർഗം എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ലോകം എന്നെ റിജക്റ്റ് ചെയ്താലും സ്വർഗം എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് മതി. ഹല്ലേലൂയ. എനിക്ക് അവനെ മതി. ഹല്ലേലൂയ. പത്രോസിനെ പോലെ ആടി ഉലയുന്നവരായിട്ടല്ല. കർത്താവ് പറഞ്ഞെങ്കിൽ നടന്നു വരാനാ പറഞ്ഞത്. ഈ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ തന്ന റൂട്ടിൽ നമ്മൾ നടന്നങ്ങ് പോയാൽ മതി. അതിനകത്ത് വരുന്ന കാറ്റും കോളും നിയന്ത്രിപ്പാൻ എൻ്റെ നിന്റെ പടകിന് അമരത്ത് കിടന്ന് ഉറങ്ങും അവന്. ഹല്ലേലൂയ. അവനെ ഉണർത്തണ്ട. അവനെ ഉണരേണ്ട സമയത്ത് ഉണർന്ന് നിനക്ക് വേണ്ടി അതുള്ളതെല്ലാം തരാൻ. ഹല്ലേലൂയ. അവൻ്റെ ജീവൻ അല്ലേ ദരിദ്രനായി തീർന്ന് എന്നെ നിന്നെ സമ്പന്നരാക്കി തീർക്കാനാ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാം, നമ്മുടെ പണ്ടുള്ള അവസ്ഥയാണോ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ? ഹല്ലേലൂയ. നമുക്ക് ഭൂമിയിൽ പോകുന്നതിന് മുമ്പ് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അത് അവൻ ഇന്നും നിവർത്തീകരിക്കുന്നുണ്ട്. പലപ്പോഴും അത് പ്രാപിക്കാതെ പോകുന്നത് എൻ്റെ നിന്റെ അവിശ്വാസമാണ്. അതിനെ മാറ്റിപ്പിടിച്ച വിശ്വാസ നായകനെ കൂട്ടിപ്പിടിച്ച ഹല്ലേലൂയ നല്ലൊരു യാത്ര, ഈ മരുയാത്രയിൽ നീ പോയാൽ ഹല്ലേലൂയ അവൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ മാധുര്യമായ ചില ഉറവകളെ തുറന്ന്, മാധുര്യമായ ചില വഴികളെ വെട്ടി തുറന്ന്, ആർക്കും ഇല്ലാത്ത ചില നന്മകളെ നിനക്ക് വേണ്ടി തുറന്നു തന്ന അവൻ മാനിപ്പ ശക്തന. ഇല്ലാത്തത് ഉള്ളതുപോലെ വിശ്വസിക്കുക. നിനക്ക് എന്താണ് ജീവിതത്തിൽ ശൂന്യത? അതിനെ നീ കാണുക. ഹല്ലേലൂയ. നല്ലൊരു ലൈഫ് പാർട്ട്ണറെയാണോ? നീ വിശ്വാസത്തെ കാണുക. നല്ലൊരു ജോലിയാണോ? നീ വിശ്വാസത്തെ കാണുക. നിന്റെ തലമുറ വഴിതെറ്റി പോകുന്നതെന്നോ? അവർ വഴി തെറ്റാതെ നല്ല വഴി പോകുന്നത് നീ ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്ത് അതിനെ സ്തോത്രം ചെയ്യുന്ന ഒരു പൈതലിന് പറയാം,
ആശിക്കുന്നതിൻ്റെ നിശ്ചയം അവിശ്വാസം. ഹല്ലേലൂയ. നിന്റെയും ജീവിതത്തിനകത്ത് ഹല്ലേലൂയ വാഗ്ദത്തങ്ങളുടെ ഒരു പൂർത്തീകരണം ലഭിക്കാൻ വിശ്വാസത്തിൻ്റെ നായകൻ സഹായിക്കട്ടെ.